മോക്ക് ടെസ്റ്റ് 10 പ്രഭാഷകൻ ചാപ്റ്റർ 43. ചോദ്യം 1. സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനം എന്താണ്? ചന്ദ്രൻ, ഭൂമി, തെളിഞ്ഞ ആകാശവിധാനം. 2. ചൂള ജ്വലിപ്പിക്കുന്നവനേക്കാൾ എത്ര ഇരട്ടി ചൂടിലാണ് സൂര്യൻ പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്? 6 ഇരട്ടി, 3 ഇരട്ടി, 2 ഇരട്ടി. 3. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും അതേസമയം സ്വധർമ്മം അനുഷ്ഠിക്കാനും സൃഷ്ടിച്ചത് ആര്? ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, സൂര്യനെ. 4. മാസങ്ങൾക്ക് പേര് നൽകുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? നക്ഷത്രങ്ങളെ, ചന്ദ്രക്കലയെ, ഗ്രഹങ്ങളെ. 5. ആരുടെ ശോഭ നോക്കിയാണ് സൃഷ്ടാവിനെ സ്തുതിക്കാനായി പ്രഭാഷകൻ പറയുന്നത്? സൂര്യൻ്റെ, നദിയുടെ, മഴവില്ലിൻ്റെ. 6. കർത്താവ് തൻ്റെ മഹത്വത്താൽ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി എന്തായി നുറുക്കുന്നു? മലയിടുക്കുകളായി, മേഘങ്ങളായി, ആലിപ്പഴങ്ങളായി. 7. മേഘഗർജനം കൊണ്ടും വടക്കൻ കാറ്റുകൊണ്ടും ചുഴലിക്കാറ്റുകൊണ്ടും കർത്താവ് ശാസിക്കുന്നത് ആരെ? കടലിനെ, ഭൂമിയെ, പർവ്വതങ്ങളെ. 8. ഭൂമിയിൽ ഉപ്പുപോലെ വിതറുന്ന തുഷാരം ഉറയുമ്പോൾ എന്തായി മാറുന്നു? കൂർത്ത മുള്ളുപോലെ, മഞ്ഞുകട്ട പോലെ, മുനയുള്ള കത്തി പോലെ. 9. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ ബാക്കി ഭാഗം പൂരിപ്പിക്കുക. മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു. സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. 10. സമുദ്ര സഞ്ചാരികൾ എന്തിലെ അപകടങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്? കടലിലെ, ആകാശത്തിലെ, ദ്വീപിലെ. 11. ഭയവും ഭക്തിയും നമ്മിൽ ജനിപ്പിക്കുന്നതാര്? മിന്നൽ, ഉയർന്ന പർവ്വതനിരകൾ, കർത്താവ്. 12. തൻ്റെ ഭക്തർക്ക് കർത്താവ് പ്രദാനം ചെയ്യുന്നത് എന്ത്? ജ്ഞാനം, ബുദ്ധി, കൃപ. ഉത്തരങ്ങൾ: 1. തെളിഞ്ഞ ആകാശവിധാനം. 2. 3 ഇരട്ടി. 3. ചന്ദ്രനെ. 4. ചന്ദ്രക്കലയെ. 5. മഴവില്ലിൻ്റെ. 6. ആലിപ്പഴങ്ങളായി. 7. ഭൂമിയെ. 8. കൂർത്ത മുള്ളുപോലെ. 9. സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. 10. ദ്വീപിലെ. 11. കർത്താവ്. 12. ജ്ഞാനം.